ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കിച്ചൺ നസിയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് റേഷൻ അരി കൊണ്ടൊരു കബ്സയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് കബ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഇനി നമുക്ക് കബ്സ ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കട്ടോ. ചിക്കൻ വേണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കബ്സ മസാല, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പിന്നെ ക്യാപ്സിക്കോ, പിന്നെ സവാള ഒന്ന്, പിന്നെ തക്കാളി ജ്യൂസ് അടിച്ചത്, റേഷൻ അരി, പിന്നെ ക്യാരറ്റ്, പിന്നെ നമ്മളെ കയ്യിൽ സോസ് ഉണ്ടെങ്കിൽ തക്കാളി സോസ് കുറച്ചോ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഓയിൽ, ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് കിട്ടോ. അപ്പോൾ നമുക്ക് കബ്സ റെഡിയാക്കിയാലോ? അങ്ങനെ ഇതാക്കി നമ്മളൊരു കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവ ഇട്ടൊന്ന് ചൂടായിട്ട് നമുക്കതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്കതെല്ലാം കൂടി ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സവാള വഴന്ന് വന്ന് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ക്യാപ്സിക്ക അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്ക ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടി കേട്ടോ, ഉപ്പിട്ട് കൊടുത്തോണ്ട്. അപ്പോൾ എല്ലാവരും ഇട്ട് കൊടുക്കുന്നതാണ്, എന്നാലും നമ്മൾ സവാള വഴറ്റുമ്പോൾ ഉപ്പ് വേഗം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി അവിടുന്ന് ഒന്ന് വാടി വരട്ടെ. പിന്നെ അതിലേക്ക് നമുക്ക് ചിക്കൻ ക്യൂബില്ലേ, അയറ്റാലും ഒന്ന് അങ്ങ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളെ സവാളയും ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി വന്ന് കിട്ടും. അതിലേക്ക് നമുക്ക് കരിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കരിവേപ്പില ഒന്ന് വാടി ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3 തക്കാളി ജ്യൂസ് അടിച്ചതും ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ കബ്സ മസാല, ആവശ്യത്തിനുള്ള കബ്സ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും അതിലേക്ക് അങ്ങിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിന് 1 കപ്പ് അരിൻ്റെ അളവും പിന്നെ 1/4 കപ്പ് കൂടിയും വെള്ളാട്ടോ ചേർക്കേണ്ടിയ കുക്കറിൽ വെക്കുമ്പോൾ. എന്നാൽ നമുക്ക് ചോറ് പാകത്തിനായി കിട്ടും. 2 കപ്പ് വെള്ളം ഫുള്ള് എടുക്കരുത് കേട്ടോ. 2 കപ്പ് വെള്ളം എടുക്കുമ്പോൾ നമ്മളെ ചോറ് പിന്നെ ഒന്ന് വെന്ത് പോയണം. ഇപ്പോൾ ഇതൊരു പാകമായി കിട്ടും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്നിട്ട് നമുക്ക് കുക്കറിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിതാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇനി അത് അവിടെ കിടന്ന് തിളക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് കേട്ടോ. നമ്മൾ എരിവിനായിട്ട് അതിലൊന്നും ഇട്ടില്ലല്ലോ, അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ക്യാരറ്റ് കൂടിയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് നല്ലോണം വെട്ടി തിളക്കട്ടെ. അവിടുന്ന് വെട്ടി തിളച്ചിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കണം കേട്ടോ. ആ വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്ക് അരി കഴുകിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി അരി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയോ? റേഷൻ അരി കൊണ്ട് കബ്സ ഉണ്ടാക്കി നോക്കിയോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള കബ്സ നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കബ്സാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് നമുക്ക് പിന്നെ അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട്, ഉപ്പ് പുളിക്കായിട്ട് ഉപ്പ് കുറച്ചുകൂടി ആവശ്യമുണ്ടായി, അതുകൂടി അങ്ങ് ഇട്ട് കൊടുത്ത് കേട്ടോ. എന്നിട്ട് അവിടുന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് അരി അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ട് കേട്ടോ. ഇനി അതിലേക്ക് അങ്ങ് അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞ് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കട്ടോ. 1 വിസിൽ വന്നങ്ങ് ഓഫാക്കണം കേട്ടോ സ്റ്റൗ. പിന്നെ 2 വിസിൽ അടുപ്പിക്കരുത്. 2 വിസിലടിച്ചാൽ അരി വെന്ത് പോവും. അപ്പോൾ 1 വിസിലടിച്ച് കഴിഞ്ഞ് അവിടെ ഓഫാക്കി വെക്കുക. എന്നിട്ട് ചൂട് അണിയാൻ വിസിലൊക്കെ പോകുന്നവരെ കാത്തിക്കുക കേട്ടോ. വിസിൽ അന്നപ്പോൾ നമ്മളെ ചോറ് നല്ല പാകമായി കിട്ടും കേട്ടോ. അപ്പോൾ അതല്ലോ അരിയൊക്കെ ഇട്ട് നമുക്ക് അടിച്ച് വെക്കാം കേട്ടോ കുക്കർ.
അങ്ങനെ ഒരു വിസിൽ കഴിഞ്ഞ് നമ്മളെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഒക്കെ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കബ്സ റെഡി ആക്കി കേട്ടോ. നമ്മളെ കുക്കർ ഇങ്ങോട്ട് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. ഏലക്കായും പട്ടയും പൂവും എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റിയായ കബ്സ ഇവിടെ റെഡി ആയിക്കണേ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.